അമ്മ മുൻസീറ്റ് ഇരിക്കുന്നു, എന്നേക്കാൾ അധികാരം അമ്മ കുഞ്ഞിന്റെ മേൽ എടുക്കുന്നു. പിന്നെ ഞങ്ങളെക്കാട്ടി അധികാരം കൂടുതൽ കുഞ്ഞിന്റെ മേൽ അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ, പക്ഷെ ഇത്രയും ഈ സ്ഥാപനത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയാണ് നോക്കുന്നതും. 1 വയസ്സുള്ള മോളൊക്കെ ഉണ്ട്, അവളെ എടുക്കുന്നതും നോക്കുന്നതും എല്ലാം അമ്മയാണ്. അപ്പൊ സ്വന്തം മകന്റെ മോള് ജനിക്കുമ്പോൾ ആ അമ്മ അതിനുള്ള അവകാശം കാണിക്കും. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. ഹായ് ഗൈസ്, ഫാമിലി വ്ളോഗേഴ്സ് അന്നും ഇന്നും വലിയ പ്രശ്നമാണ്. യൂട്യൂബിൽ ഫാമിലി വ്ളോഗേഴ്സ് എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര റീച്ചാണ്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോൻ്റെ ഒക്കെ റീച്ച് കാണുന്ന സമയത്ത് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എന്നുവെച്ചാൽ സാധാരണ ഒരു നോർമൽ ഫാമിലി വ്ളോഗേഴ്സ്, കാരണം ഫാമിലി വ്ളോഗേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതുപോലെ തന്നെ 8ന്റെ പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന ടീമുമാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇവർ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് അങ്ങ് വിളമ്പിക്കാണും. എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, കല്യാണം, പ്രസവം, എല്ലാ സാധനങ്ങളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇവരെ നമ്മുടെ ഫാമിലി ആയിട്ടായിരിക്കും വ്യൂവേഴ്സ് കാണുക. അപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം ഇവരുടെ വീഡിയോയിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് കണ്ടുപിടിച്ച് ചൊറിയാൻ വേണ്ടി നിൽക്കുന്ന കുറേ കമൻറ്റുകൾ ഇവരുടെ പുറകെ ഉണ്ട്. ഇപ്പം കറൻ്റ്ലി നമ്മുടെ അനാമിക വിഷ്ണു കപ്പിൾസ് ഇവരറിയായിരിക്കും. അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചതാണ്. അതിൻ്റെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ വിഷ്ണു എന്ന് പറയുന്ന ചെക്കൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന അനാഥാലയം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യല്ലാന്ന് തോന്നുന്നു. വിഷ്ണുവിൻ്റെ അച്ഛനെങ്ങാനും നടത്തിക്കൊണ്ട് നിന്ന, എന്തായാലും അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അനാഥാലയത്തിലെ കുട്ടിയാണ് ഈ അനാമിക. അവിടെ നിന്ന് അനാമികനെ ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തം മോന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ്. അതിൻ്റെ വീഡിയോസ്, ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. അതും ഈ അമ്മയുടെ പേരിലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അനാമിക പ്രഗ്നൻ്റ് ആയിരുന്നു, ആള് പ്രസവിച്ചു. അതാണ് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. നമുക്ക് ആദ്യം ആ വീഡിയോയിലോട്ട് പോകാം. ഉണങ്ങത്തില്ലെന്ന് നീ ഉണങ്ങാനുണ്ടല്ലോ എന്ന്. ഇത് ബിഗ് മദർ, ഇത് ബിഗ് ഫാദർ, ഇത് ലിറ്റിൽ പ്രിൻസസ്, ഡാഡിയുടെ സ്വന്തം. ഇതിനെല്ലാം മദർ, ബിഗ് മദർ, ബിഗ് മദർ, എന്താ ലിറ്റിൽ മദറാ. അനാമികയുടെ ഭർത്താവ്, അനാമികയുടെ അമ്മായിയമ്മ, പിന്നെ ഏതോ റിലേറ്റീവ് കേട്ടോ. ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ വീഡിയോയാണ് പ്രശ്നം. ഈ വീഡിയോ ഇട്ടതോടുകൂടിയാണ് ഇതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്ന് നിറഞ്ഞത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, അമ്മായിയമ്മ മരുമോള് പോരുണ്ടാക്കാൻ വേണ്ടി ചെറുതായിട്ട് ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ ഒരു കുടുംബ ചൊറിച്ചിൽ. സോ ഇതിൻ്റെ വേറൊരു വീഡിയോയും കൂടി ഉണ്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. നടക്കുകയാണ്. സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എടാ വലിയ അത് എടുക്കണം, അത് ആരും എടുക്കണം. ഇങ്ങ് താന്ന് അങ്ങോട്ട് പോന്നു. അല്ല അത് സ്റ്റെപ്പ് ഇറങ്ങി പോണോ? ഇതിലേക്ക് പോയാൽ കുഴപ്പമില്ല. അല്ല നമുക്ക് ലിഫ്റ്റിൽ പോവാം. ഞാൻ വലിച്ചോട്ടിക്കടി അതുകൊണ്ട് അവരെല്ലാം പോവുക. ഒരു ജാതി പിടിച്ച് താളുണ്ട്. എന്തോ ഉള്ളു? ഏത്തക്കപ്പുണ്ട്, ഉള്ളിവട ഉണ്ട്. ഉള്ളിവട അല്ലെങ്കിൽ ഏത്തക്കപ്പം മതി. എനിക്ക് ഏത്തക്കപ്പം. ആ അമ്മ, അമ്മയ്ക്ക് ഏത്തക്കപ്പോ? അമ്മയ്ക്കൊന്നും വേണ്ട. അതെന്തോ പ്ലാസ്റ്റിക്കിനകത്തോ? പൊട്ടു അത് കണ്ടോ? ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പ്രശ്നവും തോന്നിയില്ല. സാധാരണ ഒരു ഫാമിലി വ്ളോഗ്. പക്ഷേ ഈ വീഡിയോ കണ്ട കമൻ്റ് ഇടുന്ന ചേട്ടന്മാർക്ക് പ്രശ്നം തോന്നിയത് എന്താ അറിയോ? അമ്മായിയമ്മയാണ് മോളേക്കാൾ കൂടുതൽ അധികാരം എടുക്കുന്നത്. ഭർത്താവ് സ്നേഹിക്കുന്നത് അമ്മേനെയാണ്, അവളെ സ്നേഹിക്കുന്നില്ല, അവളെ മാറ്റി കാണുന്നു.
അവളെ അകത്തി നിർത്തുന്നു, അവളെ കുട്ടീനെ പിടിക്കാൻ കൊടുക്കുന്നില്ല, കുട്ടീനെ ഇതാക്കുന്നില്ല. എന്തൊക്കെ അവർ പോലും മനസ്സിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കമൻറ്റുകളാണ് ഇതിൽ ഫുള്ള് വന്നിരിക്കുന്നത്. അതിൽ കുറേ രസകരമായ കമൻറ്റുകൾ ഞാൻ കാണിച്ചു തരാം. ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി. ചേട്ടാ, അനാമികയെ മടിയിൽ കിടത്തു, അവളാണ് പ്രസവിച്ചത്, അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നു കൂടിയില്ല, അമ്മ പോലും മൈൻഡ് ആക്കുന്നില്ല, പാവമല്ലേ അനാമിക, അമ്മ ഭയങ്കര അധികാരം കാണിക്കുന്ന പോലെ, പ്ലീസ് ഇനി ഇത് ആവർത്തിക്കരുത്, ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും ചേട്ടൻ ശ്രദ്ധിക്കും. അമ്മയ്ക്ക് വേണം ഈ സമയം കൂടുതൽ കെയറിങ്, അതാരും കാണിച്ചു കണ്ടില്ല, കുഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ പുറകിലായ പോലെ, ആർക്കും വേണ്ടാത്ത പോലെ. പിന്നെന്താ, അമ്മ പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിക്കുന്ന മോനാണെന്ന് തോന്നുന്നു. ആ കൊച്ചിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഈ സമയത്ത് അവളെ ശ്രദ്ധയും കരുതലും മറ്റാരേക്കാളും വേണ്ടത്. അമ്മ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കാതെ മരുമോളെ കൂടി ശ്രദ്ധിക്കണേ, പാവമാണ് ആ കൊച്ച്. അതിനൊക്കെ 99 ലൈക്കും എത്രയാ 122 ലൈക്ക് 26 ലൈക്ക്, എല്ലാ കമൻസിനും അത്യാവശ്യം നല്ല ലൈക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി. ഞാൻ ഈ വീഡിയോ ഫുള്ളിരുന്ന് കണ്ട് എനിക്കൊന്നും തോന്നിയില്ല. ഒരു ഹാപ്പി ഫാമിലി, അവർക്ക് മാത്രമേ കുട്ടീനെ എടുക്കാൻ പറ്റൂന്ന് ആരാ പറയുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുക. പ്രസവിച്ച് കഴിയുന്ന സമയത്ത് എപ്പോഴും ആ ഭാര്യ ഒന്ന് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക, ബാക്കിയുള്ള അമ്മയോ അവരൊക്കെയാണ് കുട്ടീനെ എടുത്തുകൊണ്ട് പോവുക. അതിലിപ്പോൾ എന്താ തെറ്റുള്ളേ? സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ തെറ്റെന്താ മനസ്സിലായി, ജനങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, അവർ നോക്കുന്ന ഒരു രീതിയെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയാണ് നാട്ടുകാർക്കുള്ളത്. അവർ തന്നെ ഞെട്ടിപ്പോയി. എന്നിട്ട് ആ വീഡിയോൻ്റെ താഴെ ഈ ആൾ വന്നിട്ട് ഒരു കമൻ്റ് ഇടുന്ന ഒരു സാധനമുണ്ട്. എൻ്റെ ജീവിതം ജീവിതമാക്കി തന്ന ഒരു വ്യക്തിയാണ് അമ്മ, ഞാൻ പ്രസവിച്ചെങ്കിലും എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ അവകാശം. സത്യാവസ്ഥ അറിയാതെ ആരും അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഞാൻ സ്നേഹം എന്തെന്ന് അറിയുന്നത് പോലും അമ്മയുടെ അടുത്തു നിന്നാണ്. കുഞ്ഞ് വന്നപ്പോൾ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കുഞ്ഞ് വന്നതിന് ശേഷം എന്നോടുള്ള സ്നേഹവും കരുതലും കൂടിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു അനാഥയായ കുട്ടീനെ സ്വന്തം മോന് കെട്ടിച്ചു കൊടുക്കാൻ ഒരു അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല സ്വഭാവമായിരിക്കും. ഒരു അനാഥാലയവും വൃദ്ധസദനവും നടത്തുന്ന ഒരു ലേഡിയാണ്. അവരെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? നിങ്ങളൊന്നും സത്യസന്ധമായി പറഞ്ഞാൽ ഇവരുടെ റിയൽ ഫോളോവേഴ്സ് അല്ല. റിയൽ ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. മനഃപൂർവ്വം 2 കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ പറ്റൂ. ഇനി അവരുടെ ചാനൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. അധികാരം അമ്മ കുഞ്ഞിന്റെ മേൽ എടുക്കുന്നു. പിന്നെ ഞങ്ങളെക്കാട്ടി അധികാരം കൂടുതൽ കുഞ്ഞിന്റെ മേൽ അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഈ സ്ഥാപനത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയാണ് നോക്കുന്നതും. 1 വയസ്സുള്ള മോളൊക്കെ ഉണ്ട്, അവളെ എടുക്കുന്നതും നോക്കുന്നതും എല്ലാം അമ്മയാണ്. അപ്പൊ സ്വന്തം മകന്റെ മോള് ജനിക്കുമ്പോൾ ആ അമ്മ അതിനുള്ള അവകാശം കാണിക്കും. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. അത് സിസേറിയനാണ്, നിങ്ങൾ പറയുന്നത് പോലല്ല. നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനാമിയെ ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ ഇതിനകത്ത് കമന്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് ഇടുന്നു. പക്ഷെ നമ്മളിത് കാണുന്നവർ, ഇപ്പൊ അനാമിക കണ്ടാലും എൻ്റെ അമ്മ കണ്ടാലും നമ്മുടെ ബന്ധുക്കളും നമ്മളെ അറിയാവുന്നവരും പിന്നെ നിങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്ന അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അമ്മ അങ്ങനെ പറയുമ്പോഴത്തേനും അത് എനിക്കും അനാമികയ്ക്കും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു വിഷമം വരും. കാരണം അമ്മ തന്നെയാണേലും അനാമിക എന്നാലും ഞങ്ങളെ ഒന്നിപ്പിച്ച് തന്നേലും എല്ലാം. ഒരാളമ്മ ഒരിക്കലും കുഞ്ഞിന്റെ മേളിൽ അധികാരം കാണിക്കുന്ന ആ അമ്മയുടെ കുഞ്ഞായതുകൊണ്ടല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേനും നിങ്ങളുടെ അമ്മയും അച്ഛനും അതിനെ എടുക്കല്, തൊടല്, ഉമ്മ വെക്കരുത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ആ സ്ഥാപനത്തിൽ അത്രയും പേര് അമ്മമാരെയും കുഞ്ഞുങ്ങളെ നോക്കുന്നത് അമ്മയാണ്. ആ അമ്മയ്ക്ക് പിന്നെ സ്വന്തം ജോലിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് സ്നേഹം കാണിക്കത്തല്ലേ ഉള്ളൂ. അതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് അമ്മയാണ് സ്നേഹിക്കുന്നത്. ഇതിലും വലുത് എന്താ അമ്മയ്ക്ക് വേണ്ടത്? ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മരുമോളും മോനും. സത്യസന്ധമായി പറയാം, ഫാമിലി വ്ളോഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാണുന്ന ഈ സോ കോൾഡ് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ നോക്കുമ്പം നിങ്ങളുടെ വലിയ ഹേറ്റേഴ്സ് കൂടിയാണ്. അല്ലാണ്ട് ഒരിക്കലും അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഫാമിലി വ്ളോഗിൻ്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. നമ്മളുടെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചോദ്യം വരും. ഈ കുറ്റം പറയും, നെഗറ്റീവ് പറയും, പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ആൾക്കാർ പറയും. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ വളരെ കോമൺ ആയിട്ട് പറയാം. ഞാൻ എൻ്റെ ചാനലിൽ സാധാരണ വീഡിയോസ് ഇട്ട് തുടങ്ങി. അതിന് ശേഷം ഞാൻ ഗാർഡൻ വീഡിയോസ് ഇട്ടു. ഗാർഡൻ വീഡിയോസ് ഇട്ടപ്പോൾ എൻ്റെ ചാനലിലുള്ള ആൾക്കാർക്ക് എൻ്റെ ഗാർഡൻ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. കുറേ ലേഡീസ് സബ്സ്ക്രൈബേഴ്സ് കയറി. അപ്പോൾ ഇവരിത് കാണിക്കാൻ പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഗാർഡൻ വീഡിയോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.
അങ്ങനെ നമ്മൾ ടൗണിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാൽ അമ്മേൻ്റെ വീഡിയോ ആണ് ഇടുന്നതല്ലേ എന്നൊരു ചോദ്യമാണ്. എന്തിൻ്റെ ആവശ്യമാണ്? ഞാൻ പറയും അമ്മ എൻ്റെ അമ്മേൻ്റെ വീഡിയോ അല്ലേ, നിങ്ങളെ അമ്മേൻ്റെ വീഡിയോ അല്ലല്ലോ എന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും. മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇടപെടാൻ ഭയങ്കര താല്പര്യം, പ്രത്യേകിച്ച് മലയാളികൾക്ക്. തോന്നുന്നതും തോന്നാത്തയും കാര്യമൊക്കെ വന്ന് പറയാം. നമ്മൾ യൂട്യൂബേഴ്സാണ് കരുതി നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള ഒരു റൈറ്റൊന്നും യൂട്യൂബിലില്ല. പിന്നെ വീഡിയോ ഇടും, നിങ്ങൾ പറഞ്ഞു എടുക്കണ്ട, ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ ഹാപ്പി കപ്പിൾസാണ്, ഹാപ്പി ഫാമിലിയാണ്. കണ്ടിന്യൂ ദിസ്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക വാട്ട് ഈസ് സോഷ്യൽ മീഡിയ ആൻഡ് ഹൂ ആർ ദ റിയൽ സപ്പോർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ വേഗം പോയി എൻ്റെ പണി എടുക്കട്ടെ ഗൈസ്. ബൈ.